ഇസ്രായേലിന്റെ പിന്നിൽ നിന്ന് ഇറാനെതിരെ കളിക്കുന്ന അമേരിക്ക നേരിട്ട് യുദ്ധമുഖത്തേക്കിറങ്ങിയാൽ നേരിടേണ്ടി വരിക വൻ പ്രത്യാഘാതം. പശ്ചിമേഷ്യയിലുള്ള 10,000-കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവനാണ് ഇതോടെ തുലാസിലാവുക. ലോകത്ത് റഷ്യ, അമേരിക്ക, ചൈന, ഇന്ത്യ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ മാത്രം കൈവശമുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇറാന്റെ തുറുപ്പുചീട്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് കൃത്യമായി ലക്ഷ്യത്തിൽ പതിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഇറാൻ ഇനിയും കാര്യമായി പുറത്തെടുത്തിട്ടില്ല. ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ കടലിൽ മുക്കാൻ ഇറാന് നിഷ്പ്രയാസം സാധിക്കും. മാത്രമല്ല, പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ 1,00,000 സൈനികരുടെ ശവപ്പറമ്പായി ഈ മേഖല മാറുകയും ചെയ്യും. ഇറാനിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായാൽ റഷ്യയും ചൈനയും ഇറാനു വേണ്ടി രംഗത്തിറങ്ങുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ട് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഇറാൻ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞാൽ അതോടെ ലോക വ്യാപാരവും സ്തംഭിക്കും. അമേരിക്കൻ താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടാൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും ഭീഷണിയിലാവും. മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങളെയും കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തന്നെയും ഇത് പിടിച്ചുകുലുക്കും. ഷിയ സുന്നി ഭിന്നതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ മുസ്ലിം ലോകത്തിന്റെ പിന്തുണ മുഴുവൻ ഇറാനാണ്. ഒരു കാലത്തും ഇറാന് ലഭിക്കാത്ത ഈ പിന്തുണ തരംഗമായാണ് സോഷ്യൽ മീഡിയകളിലും പടർന്നിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായി അറബികൾക്കിടയിലും പുറത്തും യുവാക്കളുടെ ഹീറോയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേലിനോടൊപ്പം കൂടി ഇറാനെ ആക്രമിക്കുന്നതോടെ മറ്റൊരു വിയറ്റ്നാം ചരിത്രം കൂടിയാണ് ആവർത്തിക്കാൻ പോകുന്നത്. ബോംബുകൾ വർഷിച്ച് വൻ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും പോരാളികളായ ഇറാൻ ജനതയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഭൂമിശാസ്ത്രപരമായി തന്നെ പ്രകൃതി നൽകിയ സുരക്ഷാ കവചമുള്ള രാജ്യമാണ് ഇറാൻ. വിയറ്റ്നാം അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായ മോഡലിൽ മലകളാൽ ചുറ്റപ്പെട്ട ഈ രാജ്യത്തേക്ക് അമേരിക്കൻ സൈന്യം ഇറങ്ങിയാൽ ചോരപ്പുഴയാണ് ഒഴുകുക. ഭൂഗർഭ അറകളിലെ ഇറാന്റെ മിസൈൽ ശേഖരത്തിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്ന് ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തോടെ ഇറാൻ തെളിയിച്ചു കഴിഞ്ഞതിനാൽ ഇനി എന്തൊക്കെ ആയുധമാണ് ഇറാന്റെ ആവനാഴിയിൽ ഉള്ളതെന്നും ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതാണ്. ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം മാത്രമല്ല, അമേരിക്കയുടെ താഡ് ഉൾപ്പെടെയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തിട്ടാണ് ഇസ്രായേലിൽ പതിച്ചിരിക്കുന്നത്. മൊസാദിന്റെ ആസ്ഥാനം ഉൾപ്പെടെയാണ് കത്തിച്ചാമ്പലായിരിക്കുന്നത്. ഇസ്രായേൽ ഒരു ബങ്കർ രാജ്യമല്ലായിരുന്നുവെങ്കിൽ 10,000-കണക്കിന് ആളുകൾ ഇതിനകം കൊല്ലപ്പെടുമായിരുന്നു. ഇറാന്റെ ആയുധശേഖരത്തിൽ റഷ്യൻ സഹായത്തോടെ സംഭരിച്ച മറ്റ് പലതരം അപകടകാരികളായ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും അനവധിയുണ്ട്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലുതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമാണ് ഇറാനുള്ളത്. ഇതിൽ 20-ലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നു. ഇതിനിടെ വിവിധ രാജ്യങ്ങളിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വൻ ആക്രമണ പദ്ധതി തന്നെ തയ്യാറാക്കുന്നതായ വിവരവും ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചില സൂചനകൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ടാർഗറ്റ് കേന്ദ്രങ്ങളിൽ വലിയ രൂപത്തിൽ മിന്നലാക്രമണം നടത്താൻ ശേഷിയുള്ള ഗ്രൂപ്പുകളാണിത്. തൽക്കാലത്തേക്ക് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഹിസ്ബുള്ള പുതിയ സാഹചര്യത്തിൽ വീണ്ടും മിസൈൽ ശേഖരങ്ങൾ പുനഃസ്ഥാപിക്കുകയും ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നതായ വാർത്തകളുമുണ്ട്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയാകട്ടെ മകന്റെ വിവാഹം പോലും മാറ്റിവച്ച് ബങ്കറിൽ തന്നെ തുടരുകയാണ്. ദിവസങ്ങളോളം പകൽ വെളിച്ചം കാണാതെ ബങ്കറുകളിൽ കഴിയുന്ന ഇസ്രായേലികൾക്കിടയിൽ ഇറാനെ ആക്രമിച്ചത് വിഡ്ഢിത്തരമായി പോയെന്ന ചിന്തയും ബലപ്പെട്ടു വരികയാണ്.